ഹലോ നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നെയ്ച്ചിങ്ങ ഹണ്ട് ചെയ്യുന്നത് പൊറുക്കുന്നതാണ് കണ്ടത്. ഇനി അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അമ്മയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കാവും. അതിനു മുമ്പേ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഷെഫ് ഇത് തയ്യാറാക്കാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഇത് കഴുകി വൃത്തിയാക്കുന്നതാണ്. നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ചളിയും അതുപോലുള്ള ഇതുള്ളതുകൊണ്ട് ഒരു 6-7 വെള്ളത്തിൽ ഇത് കഴുകണം. ഇവിടെയാണ് അതിൻ്റെ പാവി ഉണ്ടാവും. ഇങ്ങനെ ഓരോ മൂലയിലും അതിങ്ങനെ അതിനോട് പറ്റി നിൽക്കും. അത് കളഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഇറച്ചിക്കും കൂടി ഉള്ളിൽ പുഴുങ്ങി വരുമ്പോൾ അതിനാവും. അതുകൊണ്ടാണ് അത് ചട്ടിയിൽ ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിലിടുമ്പോഴേക്കിൽ ഇത് പതച്ച് വരുമ്പോൾ അത് പതയോടെ മറയുക ചെയ്യുക. അപ്പോൾ പിന്നെ ഈ ചെറുതിൽ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസുമലെല്ലാം ആവും. അതുകൊണ്ട് ഞാൻ കഴുകി ഇത് കുറച്ചും കൂടി വലിയ ചട്ടിയിലേക്ക് മാറ്റി. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. ഇളമ്പക്കിയും മറ്റേ ഇതുപോലെയൊന്നും വെള്ളമില്ലാണ്ടാവില്ല. ഇതിൻ്റെ ഓടി ചിലപ്പോൾ ചട്ടിക്കേക്ക് പിടിച്ച് കഴിയും. നല്ലോണം കത്തുമ്പോൾ ഇച്ചിരിയേ വേണ്ടു വെള്ളം. എന്താ ഇത്തിരി പൊടി വെള്ളത്തിൽ. ഇനി ഇത് നല്ലോണം പതച്ചിട്ടാകുമ്പോൾ ഒന്നും കൂടി ഇളക്കിയിടണം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി പതച്ചിട്ടാകുമ്പോൾ ഈ മൂടി തേച്ചും പൊട്ടി വരും പുറത്തേക്ക്. മൂടി പൊട്ടി ഇറച്ചി കാണും നമ്മൾ. അപ്പോൾ അടുത്തായിട്ട് സാധനം അടുപ്പിലേക്ക് വെക്കുന്നു. ഇനി നല്ല രീതിയിൽ പതച്ച് വരണം. ഇനി ഇത് നന്നായിട്ട് പതച്ചിട്ടാകുമ്പോൾ ഒന്നും കൂടി ഇളക്കി ഇട്ടിട്ട് നമുക്ക് ഓട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറച്ചീനെ പുറത്തെടുക്കുന്നതാണ്. പിന്നെ ഇനി ഇതിനെയും കുറച്ചും കൂടി വൃത്തിയാക്കി എടുക്കാനുണ്ട്. ഞാൻ ആദ്യം ഇതിനെ തോടുന്ന് പുറത്തേക്ക് എടുക്കുന്നതാണ്. എന്താ എടുത്തു കഴിഞ്ഞാൽ എന്താ ഇതുപോലെയുണ്ട്. ഈ ഭാഗങ്ങളൊന്നും നമ്മൾ എടുക്കൂല. അടിയിലത്തെ ഈ ഭാഗം, അതിൻ്റെ വായു ഭാഗം മാത്രമേ എടുക്കൂലൂ. ഇതൊക്കെ കളയുക. നല്ല ചൂടുണ്ട്. ഇപ്പോൾ വാങ്ങി വെച്ചതേ ഉള്ളൂ. അപ്പോൾ നല്ല ഓടിന് നല്ല ചൂടുണ്ട്. ഇതാണ് ഇത്രയും ഭാഗം. ഇനി ഇത് കല്ലിലിട്ട് അരച്ചിട്ട് വേണം അതിൽ നിന്നും കളയാനുണ്ട്. ചെറുതെല്ലാം വേഗം എടുത്താൽ കിട്ടുന്നുണ്ട്. അതിങ്ങ് വായിക്കോട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഓരോന്നും അങ്ങ് ഉള്ളിൽ പിടിച്ച പോലെ ആയിപ്പോന്നു. ഓടിന് ചൂടിലുകൊണ്ട് ശരിക്കും പിടിച്ചെടുക്കാനും പറ്റുന്നില്ല. ഇതാ ഇത്രയേ ഉള്ളൂ. ശരിക്കും ഇതാ സാധനം. അതിൻ്റെ വായി മാത്രം എടുത്താൽ പിന്നെ അതിൻ്റെ നയിച്ചങ്ങ ഇറന്നെടുത്തത് കല്ലിലിട്ട് വരക്കുമെന്ന്. അതിൻ്റെ വായ്ക്കുള്ള പൂഴിയും പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കച്ചറകളും എല്ലാം ഈ വരക്കില്ലാന്ന് പോവുക. അത് ഒരു 4-5 എടുത്തിട്ട് വരക്കുന്നില്ലേ. അല്ലാണ്ട് ഒന്നിച്ചങ്ങായാലും അതിൻ്റെ വൃത്തിയിൽ കിട്ടൂല. അത് വരച്ചത് ആ കച്ചറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചളിയാണ്. ശരിക്കും നല്ല കറുത്ത ഇളകുന്നുണ്ട് അതിൻ്റെ അത്. ഈ ഒരക്കയിലാണ് എല്ലാം പോകേണ്ടത്. ആദ്യം ചട്ടിയുടെ അടിയിൽ പിടിക്കുന്നതിന് കുറച്ചൊരു വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാഞ്ഞാൽ അത് ചട്ടിയിലെ അടിക്ക് മസാലയെല്ലാം ഈ കട്ടിയിലാവുമ്പോൾ ചിലപ്പോൾ ചട്ടിക്ക് പിടിക്കും. ചട്ടിക്ക് പിടിച്ചാൽ അതിൻ്റെ രുചി മാറും. അതുകൊണ്ടാണ് തുള്ളി എണ്ണ തടി. ഇനിതാ ഇറച്ചി അതിലേക്ക് ഇട്ടു. ഇനി ഉപ്പ് വളരെ കുറച്ച്. പുളി ചേർക്കാത്ത കറി ആയതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ചേ വേണ്ടൂ. ഉപ്പ് എൻ്റെ കൈവാക്കാണ്.
മഞ്ഞൾപ്പൊടി ലേശധികം സാരമില്ല, വിഷാംശമെല്ലാം പോകും. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഇനി ഇതിൻ്റെ അകത്ത് ചിക്കൻ മസാല ചേരേണ്ടതുകൊണ്ട് കുറച്ചേ മുളക് പൊടി ഇടുന്നില്ലോ, ഒരു 1.5 സ്പൂണ്. അതുമല്ല എൻ്റെ കൈവാക്കാണ്. അതിനൊന്ന് കുരുമുളക് പൊടി അത് ഇച്ചിരി ഇട്ടിട്ടു എരിവുണ്ടാവും. മല്ലിപ്പൊടി പച്ച വറുത്ത മല്ലിപ്പൊടിയാണ്. ഒരു സ്പൂണേ ഉള്ളൂ, 1.5 സ്പൂണായിട്ട് 2 പ്രാവശ്യം ഇട്ടു. ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം മുറിക്കാനുണ്ട് അത്രേ. ഇപ്പോൾ ഇതിവിടെ പിടിപ്പിച്ചു കൂടി അത്രേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കണം. അതിലേക്ക് എണ്ണ ഒഴിക്കാം. ഉരുളക്കിഴങ്ങിടാം. പച്ചമുളക്, ഇഞ്ചിയെല്ലാം പാടിയാലേ രസം ഉണ്ടാവില്ല. പച്ചമുളക് ഇഞ്ചി പറ്റൊരു ഉള്ളി എടുത്തിട്ടില്ല ഞാൻ, ചെറിയ ഒന്ന്. സാധാരണ ഉള്ളിയാണ് ഞാൻ എല്ലാ കറിക്കും അധികം കൂട്ടുന്നത്. ഉള്ളിനെ കുറച്ച് ഉപ്പ്. മറ്റേതിൽ ഉപ്പ് ഇട്ടുകൊണ്ട് ഇതിൽ കുറച്ചേ ഇടുന്നുള്ളൂ. കുറച്ച് മഞ്ഞൾ നേരത്തേൽ കരിവേപ്പില ഇനി ഇടണം. തൽക്കാലം 2 കഷ്ണം ഇട്ടതാണ്. അത് ആണെങ്കിൽ ഇത് വെന്ത് കിട്ടും. കയ്യിലെടുക്ക് നേരത്തെ മുറുക്കും. നല്ല കഷ്ണവും ഇതും കൂടി ഒന്ന് ചേരുമല്ലോ. ഇനി വേണം ബാക്കി മസാലയിലിടാൻ. മസാല ചേർക്കൽ. അത് ആ ഇറച്ചിയിൽ നന്നായിട്ട് അതിൻ്റെ ഓരായം ചേർന്ന് വെന്തു. ഇനി തീ തണിക്കാനാവുന്നു. അടുത്തത് നേരത്തെ വെച്ച ആ ചട്ടിപ്പാത്രത്തിൽ തന്നെയാണ് മാറ്റാൻ പോകുന്നത്.
കുറച്ച് വെളിച്ചെണ്ണ. ഇത് നമ്മൾ എണ്ണ കുറച്ച് ചൂടാകുമ്പോഴേ കൈയൊക്കെ എടുത്തിട്ട് നമ്മൾ എണ്ണയെല്ലാം തടവ് ചെയ്തുകൊണ്ട് ചട്ടിക്കൊന്നും അങ്ങനെ. ചിക്കൻ മസാല കുറച്ചേ വേണ്ട, ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് എടുത്ത പാത്രം. വേവാനേ വേണ്ടു, മറ്റു വേറെ മസാല. പിന്നെ മല്ലിച്ചപ്പും കൂടി വേണം. മല്ലിച്ചപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് മല്ലിയെല്ലാം ഇരക്കണം കറിക്ക്. ഞാൻ പിന്നെ മല്ലിയൊന്നും ഇറക്കാൻ സമയക്കുറവുണ്ട് എൻ്റെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മെനക്കടാം. ഞാൻ മല്ലി അരച്ചിട്ട് ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കാം. കാലാവസ്ഥ മാറിയിട്ടില്ലെങ്കിൽ. എപ്പോഴും കിട്ടുന്ന സാധനം അല്ലല്ലോ, മഴക്കാലത്തല്ലേ ഈ സാധനം കിട്ടൂലോ. അറിയണം. എന്നാൽ ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നു. മസാല പൊടിച്ച് ഒറ്റപ്പാത്രത്തിൽ തന്നെ ഇട്ടാക്കിയിട്ടുണ്ടാകുന്നത് അത്ര. നമ്മൾ ഉണ്ടാക്കിയ നെയ്ച്ചങ്ങ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മഴക്കാലത്ത് മാത്രമേ ഈ സാധനം കിട്ടൂലൂ. കിട്ടുന്ന സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ ഇതൊന്ന് ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ ട്രൈ ചെയ്ത വലിയ ബുദ്ധിമുട്ടുമില്ല, ഒരുപാട് സാധനങ്ങളും വേണ്ട, വളരെ കുറച്ച് നമ്മൾ അടുക്കളയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് രുചിയായിട്ട് കഴിക്കാനാക്കാം. എല്ലാവരും പറയലുണ്ട് അർശസിന് ഏറ്റവും നല്ല മരുന്നാണ് ഇത് നെയ്ച്ചങ്ങ കറി. അത് ആഴക്ക് നെയ്യ് കുടിച്ചതിൻ്റെ ബലമാണ് ഇതിനെന്നാണ് മഴക്കാലത്ത് കഴിക്കണത്. അന്നേരമാണ് എല്ലാവരും പറയൽ. കർക്കിടക മാസം ഇതിൽ ഒരു ദിവസം ചെറിയ വിഷാംശമുണ്ട്. അതുകൊണ്ട് ആ കർക്കിടക മാസം കഴിഞ്ഞാൽ മാത്രമേ ഇത് എടുക്കൂലൂ. ഒന്ന് അതിന് മുമ്പ്, പിന്നെ കർക്കിടകം കഴിഞ്ഞതിന് ശേഷം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് കർക്കിടകം കഴിഞ്ഞതിന് ശേഷം. ഇതിന് മുമ്പേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നു, അത് കർക്കിടകത്തിന് മുമ്പ് തന്നെ. ഇപ്രാവശ്യം തന്നെ നമ്മൾ 2 പ്രാവശ്യം ഇത് ഉണ്ടാക്കി.